എഴുന്നള്ളിപ്പ് നിയന്ത്രിച്ചുള്ള ഹൈക്കോടതി ഉത്തരവിന് സുപ്രീം കോടതിയുടെ സ്റ്റേ. ചട്ടങ്ങൾ പാലിച്ച് ആനകളെ എഴുന്നള്ളിക്കാം. മാർഗരേഖയിലെ നിർദ്ദേശങ്ങൾ നിലവിലെ നിയമങ്ങൾക്ക് വിരുദ്ധമെന്നും കോടതി നിരീക്ഷിച്ചു. ആന എഴുന്നള്ളിപ്പിന് കടുത്ത നിയന്ത്രണങ്ങൾ നിർദ്ദേശിക്കുന്ന ഹൈക്കോടതി വിധിക്കെതിരെ തിരുവമ്പാടി പാറമേക്കാവ് ദേവസ്വങ്ങളാണ് സുപ്രീം കോടതിയെ സമീപിച്ചത്. ഹൈക്കോടതി വിധി നടപ്പിലായാൽ തൃശൂർ പൂരം ഉൾപ്പെടെയുള്ള ഉത്സവങ്ങളിലെ ആന എഴുന്നള്ളിപ്പ് തടസ്സപ്പെടുമെന്ന് ഹർജിക്കാർക്ക് വേണ്ടി ഹാജരായ മുതിർന്ന അഭിഭാഷകൻ കപിൽ സിബൽ പറഞ്ഞു. ഹൈക്കോടതി ഉത്തരവിന്റെ പ്രായോഗികതയെ ചോദ്യം ചെയ്ത സുപ്രീം കോടതി 2012 ചട്ടങ്ങൾ പ്രകാരം ആന എഴുന്നള്ളിപ്പിന് കൃത്യമായ മാർഗരേഖയുണ്ട് എന്നും ആ മാർഗരേഖയ്ക്കപ്പുറത്തേക്കുള്ള നിർദ്ദേശങ്ങൾ ഹൈക്കോടതിക്ക് നൽകാൻ സാധിക്കില്ല എന്നും പറഞ്ഞു. ഹൈക്കോടതി ഉത്തരവിൽ പറയുന്നത് പോലെ ആനകൾക്ക് എങ്ങനെയാണ് 3 മീറ്റർ അകലം പാലിക്കാൻ സാധിക്കുമെന്നും സുപ്രീം കോടതി ആരാഞ്ഞു. സുപ്രീം കോടതി ഉത്തരവിനെ പാറമേക്കാവ് തിരുവമ്പാടി ദേവസ്വങ്ങൾ സ്വാഗതം ചെയ്തു. ഇതൊരു നിരന്തര പോരാട്ടമായിരിക്കും. ഇത് ഇന്നും നാളെ കൊണ്ട് തീരുന്നതല്ല. NGOമാരും ഇതിൻ്റെ പിന്നിൽ നടക്കും, ഞങ്ങളും ഇടാണ്ട് ഇതിൻ്റെ ഒപ്പം നടക്കും. ലോക്സഭയിലും രാജ്യസഭയിലും ഇതൊരു ബില്ലായി വന്ന് ആചാരം അനുഷ്ഠാനങ്ങൾക്ക് വേണ്ടി ഒരു ബില്ല് കൊണ്ടുവരണം. പരമോന്നത കോടതി ഇപ്പോൾ ഒരു ഉത്തരവിട്ടിരിക്കുകയാണ്. അത് ഞങ്ങൾക്ക് വളരെ സന്തോഷം നൽകുകയാണ്. കേരളത്തിലെ എല്ലാ ഉത്സവ ആഘോഷ പെരുന്നാൾ പള്ളി നേർച്ച എല്ലാവർക്കും വളരെ ആശ്വാസം നൽകുന്നതും സന്തോഷം നൽകുന്നതുമാണ്. ആന എഴുന്നള്ളിപ്പിനിടെ അപകടമുണ്ടായാൽ ഉത്തരവാദിത്തം ദേവസ്വങ്ങൾക്കെന്നും കോടതി പറഞ്ഞു. ഹർജിയിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കെതിരെയും എതിർകക്ഷികൾക്കും കോടതി നോട്ടീസ് അയച്ചു. ഇതിനിടെ എല്ലാ ജില്ലകളിലുമുള്ള ആനകളുടെ സെൻസസ് എടുക്കണമെന്ന് ഹൈക്കോടതി നിർദ്ദേശവും നൽകി. ഇതിനായി കലക്ടറെയും ചീഫ് വൈൽഡ് ലൈഫ് വാർഡനെയും ചുമതലപ്പെടുത്തി. മീഡിയ 1 ഡൽഹി.